കേരള വിഷൻ വരിക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ടെലിവിഷൻ ഓൺ ചെയ്യുമ്പോൾ റിമോട്ടിലെ വോളിയം ഒഴികെ ഏത് ബട്ടൺ അമർത്തിയാലും 24 നിങ്ങൾക്ക് മുന്നിലെത്തും. മുസ്ലിം ലീഗിന്റെ മുഖപത്രം ചന്ദ്രിക ക്യാമ്പയിൻ ഉദ്ഘാടനത്തിൽ നിന്ന് ജി സുധാകരൻ പിന്മാറി. ഇന്ന് രാവിലെ ഉദ്ഘാടനം ചെയ്യുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും മാധ്യമങ്ങൾ എത്തിയതോടെ അദ്ദേഹം പിന്മാറുകയായിരുന്നു. മനീഷ് മഹിവാൽ വിവരങ്ങളുമായി ചേരുന്നു ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഇത് പാർട്ടി ഇടപെട്ട് മാറ്റിച്ചതാണോ അതോ ഇനി സ്വയം അദ്ദേഹം മാറിയതാണോ? SKN അത്തരം കാര്യങ്ങളിൽ വ്യക്തത വന്നിട്ടില്ല. ഇന്നലെ ആയിരുന്നു അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ അദ്ദേഹത്തെ ക്ഷണിച്ചില്ല എന്ന വലിയ വിവാദമുണ്ടായതും അതിനെ സംബന്ധിച്ചുള്ള വിശദീകരണം CPMന്റെ ജില്ലാ സെക്രട്ടറി ആർ നാസർ ഒക്കെ തന്നെ നൽകിയിട്ടുള്ളത്. ഞാൻ നിലവിൽ നിൽക്കുന്നത് മുൻ മന്ത്രി ജി സുധാകരന്റെ വീടിന്റെ മുൻപിലാണ്. അല്പസമയങ്ങൾക്ക് മുൻപാണ് ചന്ദ്രികയുടെ മണ്ഡലം ക്യാമ്പയിൻ, ദിനപത്രത്തിന്റെ മണ്ഡലം ക്യാമ്പയിൻ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് മുൻകൂട്ടി നേരത്തെ നിശ്ചയിച്ചറിയിച്ചതിന് പ്രകാരം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് AM നസീർ അടക്കമുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കളും ചന്ദ്രിക ദിനപത്രത്തിന്റെ ജോലി ചെയ്യുന്ന ജീവനക്കാരും ഒക്കെ തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയത് 9 മണിയോടുകൂടിയായിരുന്നു ഉദ്ഘാടന കർമ്മം നിർവഹിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത്. പക്ഷേ ഇവിടെ എത്തുമ്പോൾ മറ്റ് മാധ്യമങ്ങൾ ഉണ്ടായിരുന്നു. ഈ വിഷയത്തിൽ ജി സുധാകരൻ നിരന്തരമായി CPIM പരിപാടികളിൽ നിന്നും അവഗണിക്കപ്പെടുന്നു എന്ന വിഷയത്തിൽ ജി സുധാകരന്റെ പ്രതികരണം ആരായാൻ വേണ്ടി മാധ്യമങ്ങൾ ശ്രമിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം ഇവിടെ വരുമ്പോൾ കാണുന്നത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും ചന്ദ്രികയുടെ ജീവനക്കാരും മാധ്യമങ്ങളും ഉണ്ട്. പക്ഷേ അദ്ദേഹം ഈ പരിപാടി പിന്നീടൊരു ദിവസം ഉദ്ഘാടനം ചെയ്യാം, ഇന്നത്തെ ദിവസം വേണ്ട എന്ന രീതിയിൽ അദ്ദേഹം പിന്മാറുകയായിരുന്നു എന്നാണ് പറയുന്നത്. എന്താണെങ്കിലും ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് AM നസീർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം എന്താണ് പറഞ്ഞത്? ചന്ദ്രികയുടെ ക്യാമ്പയിൻ്റെ ഉദ്ഘാടനം സുധാകരൻ സാർ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, ആദ്യമായിട്ടല്ല. കഴിഞ്ഞ വർഷം ചെയ്തിരുന്നു. അപ്പോൾ നമുക്കുള്ള പ്രശ്നം, അദ്ദേഹത്തെ നമ്മൾ കേവലം ഒരു രാഷ്ട്രീയ നേതാവ് നിലക്കല്ല കാണുന്നത്. അദ്ദേഹം അമ്പലപ്പുഴ MLA, മന്ത്രി, ചന്ദ്രികയുമായി പൂർവ്വകാല ബന്ധവും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആർട്ടിക്കിൾ ഒരുപാട് തവണ ചന്ദ്രിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ ബന്ധങ്ങളൊക്കെ പലപ്പോഴും അദ്ദേഹം അയവിറക്കാറുള്ളത്. പിന്നെ ചന്ദ്രിക CH മുഹമ്മദ് കോയ വളർത്തിയതിനെ കുറിച്ചൊക്കെ അദ്ദേഹം വാചാലനാവുകയാണ്. അപ്പോൾ ആ കവിതയൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബന്ധം, ഊഷ്മളമായൊരു ബന്ധം സുധാകരൻ സാർ ചന്ദ്രികയായിട്ടുണ്ട്. അത് മാത്രമേ ഞങ്ങൾ കണ്ടുള്ളൂ. പക്ഷേ ഈ സമകാലീന ഇഷ്യൂസ് അത് സ്വാഭാവികമായി അതും കൂടെ പരസ്പരം കൂട്ടി വായിക്കുമോ എന്നൊരു ധാരണ പുള്ളിക്കുണ്ടായി. ജനങ്ങളുടെ ഇടയിൽ ഒരു അനാവശ്യമായ ഒരു മുൻവിധി വേണ്ട എന്ന സൗദ്ദേശപൂർവ്വം അദ്ദേഹം പറഞ്ഞു മറ്റൊരു ദിവസം ആവാം. ഇത്രേ ഉണ്ടായുള്ളൂ. അതിനകത്ത് വേറെ പ്രശ്നമൊന്നുമില്ല. എന്താണെങ്കിലും SKN ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ജി സുധാകരൻ ഇന്നത്തെ ദിവസം മാത്രമാണ് പിന്മാറിയത്. മറ്റൊരു ദിവസം ആകാമെന്ന് പറഞ്ഞു വിവാദങ്ങൾ ഒഴിവാക്കാമെന്ന ഉദ്ദേശത്തിലായിരിക്കാം അദ്ദേഹം അത് പറഞ്ഞത് എന്നാണ് ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് AM നസീർ നമ്മളോട് വ്യക്തമാക്കിയത്. SKN. ഓക്കെ, താങ്ക് യു.